ഷൊർണൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എം.എൽ.എ ആയ പി മമ്മിക്കുട്ടിയാണ് ഇത്തവണയും LDFനായി ജനവിധി തേടുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഷൊർണൂർ പൊതുവെ ഇടതുപക്ഷത്തിന് വലിയൊരു സ്വാധീനമുള്ള സ്ഥലമാണ്. ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളി ഉണ്ടോ? കാരണം ഈ സ്ഥാനാർത്ഥി ഒക്കെയായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഇത്തവണ. ഷൊർണൂർ നിയമസഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ചേരിയിൽ ഇടതുപക്ഷ മുന്നണിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ചരിത്രപരമായും ഭൗതികപരമായും ഒക്കെയുള്ള കാരണങ്ങളും അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടിന് ഉള്ള അംഗീകാരത്തിൻ്റെ കൂടി ഭാഗമാണ്. ജനക്ഷേമകരമാണ്, വികസനപരമാണ്, മതേതരത്വമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു. ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒന്നാം ഘട്ടം പൂർത്തിയായ സമയത്താണ് 2021 മത്സരത്തിൽ വന്നത്. ആ ഗവൺമെൻറ് നടപ്പാക്കിയ ജനക്ഷേമകരമായ വികസനപരമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് 2021 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വോട്ടർമാർ എന്നെ തിരഞ്ഞെടുത്തത്. 5 കൊല്ലക്കാലം MLA എന്നുള്ള നിലക്ക് ജനങ്ങൾ MLA എന്ന നിലക്ക് പ്രതീക്ഷിക്കുന്ന അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവരുടെ സുഖദുഃഖങ്ങളിലും സന്തോഷത്തിലും സങ്കടത്തിലും അതുപോലെ ഉണ്ടാകുന്ന ഓരോ സാമൂഹ്യ ചലനങ്ങളിലും അവരുടെ വ്യക്തിപരവും കുടുംബപരവുമായുള്ള പ്രശ്നങ്ങളിലും MLA എന്ന നിലക്ക് അവർ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന തരത്തിൽ അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വലിയൊരു ആത്മവിശ്വാസം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമാണ്. മാത്രമല്ല, വികസനപരമായുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കാനും ആരംഭിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. UDF പറയുന്ന ഒരു UDF തരംഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമോ? ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അവരുടെ സാങ്കല്പികമാണ്. ഭരണം നടത്തുന്നത് ജനങ്ങൾക്കും നാടിനു വേണ്ടിയുമായാൽ അതിൽ വിരുദ്ധ വികാരം ഉണ്ടാവില്ല. ജനങ്ങൾക്കും നാടിനും പറ്റാത്ത കാര്യങ്ങളാണ് ഗവൺമെൻറ് നടപ്പാക്കുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വിരുദ്ധ വികാരം ഉണ്ടാവും. ഈ ഗവൺമെൻറ് അടിമുടി വരെ ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ലോക സാഹചര്യത്തിൻ്റെയും ദേശീയ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തവും വിഭിന്നവുമായുള്ള ഒരു ബദൽ നയം നടപ്പാക്കിക്കൊണ്ട് ഈ ലോകത്തിന് തന്നെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന സംവിധാനത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അവരുടെ സാങ്കല്പികം മാത്രമാണ്. ഭരണത്തിന് അങ്ങനെ ഒരു വിരുദ്ധമായ വികാരമില്ല. ഭരണ നടപടികൾ ജനപക്ഷമായതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള എതിർപ്പുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ കഴിഞ്ഞ തവണ TH ഫിറോസ് ബാബുവും താങ്കളും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യറുമായിരുന്നു. സന്ദീപ് വാര്യർക്ക് അന്ന് UDFും BJPയും തമ്മിൽ ഒരു 1000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. ഇത്തവണ അങ്ങനെ BJP വലിയ തോതിൽ ഒരു വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ചിരുന്ന സന്ദീപ് വാര്യർ, അന്ന് അദ്ദേഹം BJPയുടെ കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകനും പ്രക്ഷോഭകനും അവരുടെ നാവുമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ പരിസര പ്രദേശത്ത് താമസക്കാരനും കൂടിയായിരുന്നു, സുപരിചിതനാണ്. അപ്പം ആ നിലയിൽ അന്ന് അദ്ദേഹത്തിന് കുറേ കൂടി വോട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. UDFിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യേണ്ട കുറേ ആളുകൾ കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPക്ക് സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ടുകൾ കിട്ടാൻ കാരണം. എൻ്റെ ഒരു വിശകലനത്തിൽ സന്ദീപ് വാര്യർക്ക് കിട്ടിയത്ര വോട്ട് ഇപ്പോൾ മത്സരിക്കുന്ന ശങ്കുട്ടി തോമസിന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ്. അത് യാതൊരു തർക്കമില്ലല്ലോ. LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. അതിൽ യാതൊരു തർക്കവും. എന്തായാലും ഷൊർണൂർ മണ്ഡലത്തിലെയും സംസ്ഥാന സർക്കാരിൻ്റെയും വികസനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പി മമ്മിക്കുട്ടിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്.
ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.